ഒരു പുതിയ ജോലിക്കൊക്കെ ചെല്ലുമ്പോൾ വിവാഹിതയാണോ അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ, ഉടനെ വിവാഹം കഴിക്കാൻ പ്ലാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു രീതി പലപ്പോഴുമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു യുവതി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടു. അത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അത് അവരുടെ ജോലി സാധ്യതകളെ പോലും ബാധിക്കുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. UK നിന്നുള്ള ഒരു ഇന്ത്യക്കാരിയുടെ പോസ്റ്റാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും വഴിവെച്ചിരിക്കുന്നത്. അനഘ പ്രകാശ് കൂടുതൽ കാര്യങ്ങൾ പറയും. അനഘ, ഒരുപക്ഷെ പലർക്കും അനുഭവമുള്ളതായിരിക്കാം, ഒരു നാട്ടു നടപ്പെന്ന പോലെ പോലും ചില കമ്പനികളൊക്കെ ചെയ്യുന്ന കാര്യവുമായിരിക്കും അല്ലെ? ഇതെങ്ങനെയാണ് ചർച്ചകളിലേക്ക് വഴിവെക്കുന്നത്? ഈ പോസ്റ്റിട്ട യുവതിയുടെ അനുഭവം എന്തായിരുന്നു? ദിവീഷ്, ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന യുവതി, അവരുടെ പ്രായം 25 വയസ്സാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് 25 വയസ്സൊന്നും ആകണ്ട, ഒരു 17-18 വയസ്സാകുമ്പോൾ തന്നെ സാധാരണ കൂടുതലും ചോദിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ കൂടുതലും പ്രായം ചെന്ന നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അയൽവാസികളും ഒക്കെയാണ് ചോദിക്കുന്നത്, കല്യാണം കഴിക്കുന്നില്ലേ, ഇനി കല്യാണം കഴിക്കുന്നില്ലേ എന്നല്ല അവർ ചോദിക്കുന്നത്, എന്നാണ് കല്യാണം കഴിക്കാറായില്ലേ എന്നൊരു ചോദ്യം ഒരുപക്ഷെ എല്ലാ പെൺകുട്ടികളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ? കാരണം ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് അത് എപ്പോൾ കഴിക്കണം, ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ അത് എപ്പോൾ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണല്ലേ. നമ്മുടെ പണ്ടത്തെ കാലവും അല്ല, ഇപ്പോൾ നമ്മുടെ മുൻഗണനകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ജീവിതത്തിൽ. അപ്പോൾ പക്ഷേ ഈ യുവതി പറയുന്നത് പോലെ ഇവർക്ക് ഈ ഒരു ചോദ്യം നേരിടേണ്ടി വന്നത് ഒരു ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നപ്പോഴാണ്. 25 വയസ്സായി എന്ന് പറഞ്ഞപ്പോൾ 25 വയസ്സായില്ല എപ്പോഴാണ് വിവാഹം എന്ന് ആ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ഒരു ആൾ ചോദിച്ചു. അതിൽ അവർക്ക് വളരെ ഞെട്ടലാണ് ഉണ്ടായത്. ആ അനുഭവമാണ് അവർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ചത്. അത് അത്ഭുതമെന്ന് പറയട്ടെ, അവരെ വളരെ ഞെട്ടിച്ചുകൊണ്ട് ഒരുപാട് പേർ ഇതിന് താഴെ കമൻറ്റുകളുമായി ഇത്തരത്തിൽ സമാനമായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതായത് ഇതൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്, ഒരിക്കലും മറ്റുള്ളവർ ഇടപെട്ട് അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതിങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ഒട്ടും ഔചിത്യമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അല്ലേ, കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്ന് തുറന്നു പറയാൻ ഒരു വേദി കൂടി ഉണ്ടാകുന്നു സോഷ്യൽ മീഡിയയിൽ എന്നതാണ്. ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തുമോ, ഇത് ഏത് കമ്പനിയാണ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ.